ഹലോ നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയ കണ്ട ഒരു വീഡിയോ ആയിരുന്നു. അങ്ങ് ജപ്പാനിൽ നടന്നതാണ്. പഞ്ചെ എന്നൊരു കുട്ടിക്കുരങ്ങൻ. തന്റെ അമ്മയാൽ ഉപേക്ഷിക്കപ്പെട്ട ഈ കുട്ടിക്കുരങ്ങനെ ഒരു പാവയെ കിട്ടുകയും അതിനെ തന്റെ അമ്മയുടെ സ്ഥാനത്ത് സ്വീകരിച്ച് ഈ കുട്ടിക്കുരങ്ങൻ തന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അമ്മ വളരെയധികം ഉപദ്രവിച്ച് ഇതിനെ ഓടിച്ചു വിടുന്നതാണ് നാം ഈ വീഡിയോയിൽ കാണുന്നത്. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് പെറ്റമ്മയ്ക്ക് മക്കളെ മറക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ഒരു പഴഞ്ച സത്യമായിട്ട് മാറുക എന്നാണ്. എന്നാൽ ഇത് കേൾക്കുന്ന നിങ്ങൾ പലർക്കും തോന്നും ഇതൊക്കെ മൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ലേ എന്ന്. ഒരിക്കലുമല്ല. സ്വന്തം മക്കളെ ചേർത്ത് നിർത്തേണ്ട സാഹചര്യത്തിൽ സമൂഹത്തിന്റെയും ബന്ധുമിത്രാദികളുടെ മുമ്പിൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവരുടെ നാശത്തിനു വേണ്ടി ഏതറ്റം വരെയും പോവുകയും സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം കുടുംബത്തിനും സഹോദരങ്ങൾക്കും വേണ്ടി പെറ്റുവളർത്തിയ മക്കളെ ഉപേക്ഷിച്ച അമ്മമാരും ഉണ്ട്. സ്വന്തം അമ്മയുടെ ക്രൂരത കൊണ്ട് മാനസിക നില തെറ്റി ചികിത്സ ആവശ്യമായവരും നമ്മുടെ ചുറ്റുമുണ്ട്. എൻ്റെ വിദേശത്തുള്ള ഒരു കൂട്ടുകാരി വിളിച്ചപ്പോൾ പറഞ്ഞു അവളെ അവളുടെ ഭർത്താവ് വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുകയാണ്. ഇത് നാട്ടിലുള്ള സ്വന്തം അമ്മയോട് വിളിച്ചു പറഞ്ഞപ്പം അമ്മ പറഞ്ഞ മറുപടി, ഇനി നീ ഇങ്ങോട്ട് വന്നാൽ നിന്നെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. നീ വിദേശത്ത് തന്നെ നിൽക്കുവാണെങ്കിൽ അവിടുത്തെ ഗവൺമെന്റ് നിന്നെയും നിന്റെ മക്കളെയും നോക്കിക്കോളും. കാരണം സ്വന്തം മകള് അവിടെ ഉപദ്രവം സഹിച്ചാലും കുഴപ്പമില്ല, തങ്ങൾക്കൊരു ബാധ്യതയാവുകയോ എന്ന പേടിയാണ് അവർക്ക്. എന്നാ പ്രിയമുള്ളവരെ, തങ്ങൾ ഏൽക്കേണ്ടി വന്ന ക്രൂരതയെ പറ്റി ആരെങ്കിലും ഒരാൾ പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറായാൽ അവരെ വളരെയധികം അഹങ്കാരികളും അമ്മയുടെ ശാപം ഏറ്റുവാങ്ങുന്നവരുമായിട്ടല്ലേ നാം എല്ലാവരും കണക്കാക്കും. പ്രസവിച്ചുകൊണ്ട് മാത്രം ഒരാൾ അമ്മയാവുമോ? മാതൃത്വം എന്നത് പ്രവൃത്തിയിലൂടെ പ്രകടമാക്കേണ്ട ഒരു കാര്യമല്ലേ? ഇന്ന് ലോകത്തിനു മുമ്പിൽ ഒറ്റപ്പെടലിന്റെയും സ്നേഹം കൊതിക്കുന്ന മനസ്സിന്റെയും അതിജീവനത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ് ഈ കുട്ടിക്കുരങ്ങൻ.